കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ ഏക സത്യദൈവത്തിന് മഹത്വം. JCNDSD അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശമെന്ന വചന പരമ്പരയിൽ, നിത്യജീവമൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ കടന്നു വരുവാൻ കൃപാലുവായ ദൈവം എന്നെ അനുവദിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഇങ്ങനെയൊരവസരം നൽകിയ അഡ്മിന്മാർക്കും കർത്തൃസേവയിൽ കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകർക്കും, അതുപോലെ എന്നെ ദൂരത്തും ചാരത്തുമായി ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സുവിശേഷം എന്ന വചന പരമ്പരയിൽ 13-ാം ഭാഗമായി സ്നാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി നാം ചിന്തിച്ചു വരികയാണല്ലോ. സ്തോത്രം. സ്നാനം പുതിയ നിയമത്തിൻ്റെ നീതിയാണ്, പഴയ നിയമത്തിൻ്റെ നീതിയാകുന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. സ്നാനം ഒരു മുൻകുറിയാണ് എന്നതായ വിഷയത്തെ ആധാരമായി നാം അല്പമായി ചിന്തിച്ചു. ന്യായപ്രമാണത്തെ നീക്കാതെ നിവർത്തിച്ചത് എങ്ങനെയെന്ന് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. പഴയ നിയമം അല്ലെങ്കിൽ നിഴലായിരിക്കുന്നതിൻ്റെ പൊരുളായ നിവർത്തിയാണ് സ്നാനം. അത് പുതിയ നിയമ ഉപദേശം മാത്രമല്ല, പഴയ നിയമത്തിലെ ഉപദേശവും കൂടിയായിരുന്നു എന്ന് നാം ചിന്തിച്ചു. പുതിയ നിയമ സ്നാനം എന്ന് പറയപ്പെടുന്നത് സാക്ഷാൽ സ്വരൂപമാണ്. പഴയ നിയമത്തിൽ നിഴലായി നിന്നതിൻ്റെ സാക്ഷാൽ സ്വരൂപമാണ് സ്നാനമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് സ്വരൂപം എന്നുള്ളതായിരിക്കുന്ന രൂപം സാക്ഷാൽ സ്വരൂപം മാത്രമല്ല, എങ്ങനെയാണ് ഉപദേശ രൂപം സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്നാനം ദൈവത്തിൻ്റെ ആലോചനയാണ് എന്നും, സ്നാനത്തിൽ യാഗം പരിച്ഛേദന സ്നാനം എങ്ങനെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്, സ്നാനം പോലെ എങ്ങനെയാണ് തിരുവത്താഴം അനിവാര്യമായിരിക്കുന്നത്, തിരുവത്താഴം എന്തിന് നാം ചെയ്യണം, അതിലെ നിഴൽ പൊരുൾ എന്ത്, അതാവശ്യമോ എന്നുള്ളതായിരിക്കുന്ന വിഷയങ്ങളെ നാം അറിയേണ്ടത് അത്യാവശ്യമാണ്. വെള്ളം ശുദ്ധീകരണം എന്ന നിയമത്തോടുള്ള ബന്ധത്തിൽ എന്താണ് ജലം, അതിനെ എന്തിനോടൊക്കെ ഉപമാനം ചെയ്യുന്നുവെന്നും അതിൽ ദൈവത്തിൻ്റെ ആലോചനകൾ എന്താണ് എന്നും നമുക്ക് പഠിക്കേണ്ടതായ ആവശ്യമുണ്ട്. നമ്മൾ ചിന്തിച്ചിരിക്കുന്നു, സ്തോത്രം, ജഡശുദ്ധീകരണം, രക്തത്താലുള്ള ശുദ്ധീകരണം, ഉപദേശ ശുദ്ധി, ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ നമ്മൾ അറിയേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഉപദേശത്തിൻ്റെ കാറ്റുകളാൽ നാം നശിക്കരുത് എന്ന് ചിന്തിച്ചു. ദൈവത്താൽ സ്ഥാപിച്ച ഒരു കൽപ്പനയാണ് എന്ന് നാം ചിന്തിച്ചു. അതിൽ നാം പഠിച്ചത് മോശയോട് ചേരുവാനുള്ള സ്നാനം എന്നുള്ള വിഷയത്തെ ആധാരമാക്കിയാണ് നാം അല്പമായി ചിന്തിച്ചത്. സ്തോത്രം. അവിടെ ഈ സുവിശേഷ ഭാഗത്തിലൂടെ സ്നാനം ആവശ്യമാണോ, സ്നാനം എന്തിനാണ്, പരിശുദ്ധാത്മാവ് സ്നാനം മാത്രം പോരെ, ജലസ്നാനം വേണമോ,
എന്നൊക്കെയുള്ളതായ വിഷയങ്ങളോട് അനുബന്ധിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. സ്തോത്രം. ഇന്ന് നാം ചിന്തിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം എന്നുള്ളതാണ്. കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ നാം അങ്ങനെ ചിന്തിച്ചപ്പോൾ 1 കൊരിന്ത്യ ലേഖനത്തിൻ്റെ അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 29 മുതൽ വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്? സ്തോത്രം. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ നമുക്ക് ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ പുതിയ നിയമസഭയുടെ സ്നാനം ത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി ഊന്നി പറയുകയാണ്. ഈ വാക്യത്തിൽ പറയുന്ന സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ പുനരുത്ഥാനത്തെ സ്ഥാപിക്കുവാൻ, സ്തോത്രം, ഈ ലേഖനക്കാരൻ നമ്മളെ, സ്തോത്രം, ജാതികളുടെ സ്നാനത്തെപ്പറ്റി അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനത്തെപ്പറ്റി പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്നാനം ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ പിന്നിലെ ഉദ്ദേശം മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നത് സ്ഥാപിക്കുവാൻ, സ്തോത്രം, മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനത്തെപ്പറ്റി ഇവിടെ സൂചിപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഈ വിഷയത്തെ ആധാരമാക്കി കർത്താവ് സംസാരിക്കുമ്പോൾ ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം എന്ന് പറയുന്നതിന് നിരവധി അഭിപ്രായങ്ങൾ വേദപണ്ഡിതന്മാരുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. ഒന്നാമതായി, ക്രിസ്തുവിൻ്റെ അനുഭാവികളായി നടന്ന ചിലർ സ്നാനപ്പെടുവാൻ കഴിയാതെ മരിച്ചുപോയി. സ്നാനമേറ്റില്ല എങ്കിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയില്ല എന്ന് വിചാരിക്കുന്ന ചിലർ, സ്തോത്രം, ഇങ്ങനെ മരിച്ചു പോയവരോടുള്ള സ്നേഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സ്നാനമേറ്റിരുന്നു എന്നാണ്. അപ്പോൾ ഇതൊരു അഭിപ്രായമാണ്. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ അനുഭാവികളായി നടന്ന ചിലർ സ്നാനപ്പെടുവാൻ കഴിയാതെ മരിച്ചുപോയവർക്ക് നഷ്ടപ്പെടുന്ന സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി, സ്തോത്രം, അവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് പകരമായി കഴിയാതെ പോയതിനെ സാധിപ്പിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി, പീഡനകാലങ്ങളിൽ ജലസ്നാനത്തിൽ ക്രിസ്തുവിനെ സാക്ഷീകരിച്ചവരിൽ ചിലർ അതോടുകൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണതയിലേക്ക് കടന്നു വരേണ്ടതിന് ആത്മാവിനുള്ള സ്നാനമുണ്ട്. അതുകൊണ്ട് ജലസ്നാനത്തിൽ ക്രിസ്തുവിനെ സാക്ഷീകരിച്ചവരിൽ ചിലർ കൊല്ലപ്പെടുന്നതിനാൽ ആ സ്ഥാനം പൂരിപ്പിക്കേണ്ടതിന് വേണ്ടി ചിലർ മുൻപോട്ട് വരികയും മരിച്ചവർക്ക് വേണ്ടി അതേ സ്ഥാനത്ത് സ്നാനം സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊരു അഭിപ്രായവുമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മൂന്നാമതായി, കൊരിന്തിയിലെ വിഗ്രഹാരാധികളായ
സെരീനിയൻസ് എന്ന ജാതികൾ മരിച്ചവരുടെ പുനരുത്ഥാനത്തിന് വേണ്ടി പല ശേഷക്രിയകളും ചെയ്തിരുന്നു. അതിലൊന്നായിരുന്നു മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ മരിച്ചവർക്ക് വേണ്ടി അവരുടെ ഇടയിൽ സ്നാനമേൽക്കുന്നു. ഇങ്ങനെയുള്ള ചിലരുടെ ദുരാചാരത്തെ പുനരുത്ഥാനമുണ്ടെന്ന് ഉള്ളതായ തെളിവിനായി പൗലോസ് എടുത്തു പറയുന്നു എന്നതാണ്. അപ്പോൾ വിവിധമായ സ്നാനങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്നാനത്തെക്കുറിച്ചുള്ളതായ ഒരു അറിവ് നമുക്ക് ആവശ്യമാണ്. ഇപ്പം സ്നാനം ജാതികളിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെയും ആചാരങ്ങളിൽ ഒന്നായി സ്നാനമേറ്റു കറുത്തനുടുത്ത് പമ്പയിൽ മുങ്ങി ഒക്കെയും പോകുന്നതായി കാണാം. അപ്പോൾ സ്നാനം കേവലം ഒരു മുഴുകൽ എന്നുള്ള പ്രക്രിയ അല്ലെങ്കിൽ അർത്ഥം അതിന് നൽകുന്നു എങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി നിയോഗിച്ചിട്ടുള്ള ഒരു മഹത്വരമായ ശുശ്രൂഷയ്ക്ക് ആണ് ഈ സ്നാനമെന്ന് വിവക്ഷിക്കുന്നത്. അല്ലാതെ പൊതുവിലുള്ള സ്നാനമെന്നുള്ളതായിരിക്കുന്ന വാക്കിൻ്റെ മുഴുകലെന്നോ മുങ്ങുകയെന്നോ കുളിക്കുകയെന്നോ എന്നുള്ള അർത്ഥമല്ല അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്നാനമെന്ന ആ പ്രത്യേക പദം പറയുമ്പോൾ അതിൽ പ്രത്യേകമായിരിക്കുന്ന സാധാരണ ദിവസേനയുള്ള ഒരു കഴുകലോ കുളിയോ അല്ല. അതിൽ അടക്കം ചെയ്തിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഒരു പ്രമാണം അടക്കി വച്ചിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ ജാതികളായിരിക്കുന്നവരിൽ പോലും വിശ്വാസത്തിൻ്റെ ഭാഗമായി സ്നാനം ഏറ്റിരുന്നു. ശുദ്ധീകരണം എന്നുള്ള വിഷയത്തോടനുബന്ധിച്ച് അവർ പ്രക്രിയ ചെയ്തിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം നമുക്ക് ആധികാരികമായി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്തോത്രം. അപ്പോൾ വിവിധമായ സ്നാന ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ചിന്തിച്ചു, മോശയോട് സ്നാനമേറ്റു, മോശയോട് ചേരുവാൻ നാം സ്നാനമേറ്റു. സ്തോത്രം. എങ്ങനെ അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും സ്തോത്രം ഒരു ടണലിലൂടെ കടന്നു പോകുന്നത് പോലെ സ്തോത്രം വെള്ളത്തിലും സമുദ്രത്തിലും സ്തോത്രം അവർ സ്നാനമേറ്റു. പെട്ടകം ഒരു മുൻകുറിയായിരുന്നു എന്ന് പറയുന്നു. യോനയുടേതായിരിക്കുന്ന സംഭവവും അതിനെ നിഴലായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് വെള്ളത്തിലൂടെ ഉള്ള ഒരു രക്ഷ, ആ പദ്ധതി ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ ജാതികൾക്ക് വേണ്ടി നടത്തി വരുന്ന ഒരു വിശ്വാസത്തിലുള്ള ഒരു കൾട്ടാണ് സ്തോത്രം ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം എന്ന് പറയുന്നു. എങ്കിലും അതിലവരുടെ വിശ്വാസം പുനരുത്ഥാനമുണ്ടെന്ന് എന്ന് ജാതികളും ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന് ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുകയാണ് ഈ സ്തോത്രം അപ്പോസ്തലൻ ഇവിടെ ചെയ്യുന്നത്. സ്തോത്രം. അപ്പോൾ അവിടെ ഈ 10-ാം അധ്യായത്തിൽ, കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന്
അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം തൻ്റെ ദാസനായിരിക്കുന്ന പത്രോസിനോട് പറയുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. ആ പാറ ഏതാണ്? പഴയ നിയമത്തിൽ നാം വായിക്കുന്നു 78 സങ്കീർത്തനം 35, ദൈവം തങ്ങളുടെ പാറയെന്നും അത്യുന്നതനായ ദൈവം ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെന്നും അവർ ഓർക്കും. അപ്പോൾ ആ പാറ ക്രിസ്തുവാണ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9 നാം വായിക്കുന്നു. യെശയ്യാപ്രവചനം അതിൻ്റെ 44-ാം അധ്യായത്തിലും നമുക്ക് അത് കാണാൻ കഴിയും. 44-ാം അധ്യായത്തിൽ യെശയ്യാപ്രവചനത്തിൽ 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, അവൻ, നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കുകയും വേണ്ട. പണ്ട് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ച് കേൾപ്പിച്ചിട്ടില്ലയോ? നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു. ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ? ഒരു പാറയുമില്ല, ഞാൻ ഒരുത്തിനെയും അറിയുന്നില്ല. അപ്പോൾ സ്തോത്രം, ഇവിടെ പറയുന്നു ആ പാറ, സ്തോത്രം, ക്രിസ്തു ആകുന്നു എന്ന്. ഈ പാറമേലാണ് ഞാൻ എൻ്റെ സഭയെ പണിയും. ഏത് പാറയാണ്? യഹോവയായ അല്ലെ യേശു എന്ന പാറയിലാണ് ഈ സഭയെ പണിയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഞാനൊരുത്തനെയും അറിയുന്നില്ല. പ്രിയരെ, മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനത്തിൽ പുനരുത്ഥാനം ഉണ്ട് എന്നാണ്. അവരങ്ങനെ ചിന്തിച്ച് ചെയ്യുന്നുവെങ്കിൽ, അങ്ങനെ വിശ്വസിച്ച് ചെയ്യുന്നുവെങ്കിൽ പുനരുത്ഥാനമുണ്ട് എന്ന് തെളിയിക്കുവാൻ അപ്പോസ്തലൻ, സ്തോത്രം, ഈ കാര്യം പറയുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നാം അവൻ്റെ മരിച്ചടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നു. ഈ ഏകീഭാവം വിശ്വാസത്തിൻ്റെ പ്രത്യക്ഷമായ പ്രവൃത്തിയുടെ ഒരു പ്രഖ്യാപനവും കൂടെയാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അവനോട് ചേരുവാൻ, സ്തോത്രം, നാം സ്നാനമേറ്റിരിക്കുന്നു. എന്താണ്, എങ്ങനെയാണ്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങൾ മോചിക്കപ്പെടുവാൻ, സ്തോത്രം, പഴയ നിയമത്തിലെ നീതിയായ ശുദ്ധീകരണം എന്നുള്ളതായ വിഷയത്തോടനുബന്ധിച്ച് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ഞാൻ പുതിയൊരു മനുഷ്യനായി തീർന്നിരിക്കുന്നു. അതിനാൽ ഞാൻ ക്രിസ്തുവിനോട് ഏകീഭവിച്ചിരിക്കുന്നു. അപ്പം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു പ്രമാണം ഈ പ്രവൃത്തിയിലൂടെ നമുക്ക് താതാത്മ്യം ചെയ്ത് ഈ ശുശ്രൂഷ പഴയ നിയമത്തിൻ്റെ നിവർത്തീകരണമായി, സ്തോത്രം, സ്നാനത്തിൽ മരണമടക്ക പുനരുത്ഥാനം, സ്തോത്രം, ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോലെ യാഗവും പരിച്ഛേദനയും ഈ സ്നാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയത്തെ നമുക്ക് പിന്നീടായി നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. അതുകൊണ്ട് സ്നാനം വ്യത്യസ്തമാണ്. അപ്പോൾ ഈ സ്നാനത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സ്നാനം എന്ന് കാണാൻ കഴിയും. യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചത് ഏത് സ്നാനമായിരുന്നു? അതിനകത്ത് നാമം ഉപയോഗിച്ചിട്ടുണ്ടോ? അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന
ആശയം എന്താണ് എന്ന് യോഹന്നാൻ പറയുന്നതുണ്ട്. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ മാനസാന്തരത്തിനായി സ്നാനം കഴിപ്പിക്കും. സ്തോത്രം. അപ്പം മാനസാന്തരം എന്നുള്ള വിഷയത്തോട് അനുബന്ധിച്ച് നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറി, നിങ്ങൾ ഒരു വിശ്വാസത്തിലൂടെ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ വിശ്വാസത്തോട് ചേരുന്നതായ മാനസാന്തരത്തിനുള്ള സ്നാനമാണ് യോഹന്നാൻ കഴിപ്പിച്ചത്. എന്നാൽ സ്തോത്രം, എന്നാൽ അപ്പോസ്തലന്മാർ കഴിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാനത്രേ. അത് അവൻ്റെ മരിച്ചടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കണം. ആ ഏകീഭാവം താൽ നിങ്ങൾ ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുന്നു എന്നാണ്. ഇങ്ങനെ സകല നീതിയും സ്തോത്രം അങ്ങ് നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അപ്പം ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ് പഴയ നിയമത്തിലെ സ്തോത്രം ദൈവം കൊടുത്തിരിക്കുന്ന ദൈവിക ആലോചനയുടെ ഒരു പൂർത്തീകരണം തന്നെയാണ് ഈ സ്നാനമെന്ന് പറയപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുകയാണ്. 13-52 വായിക്കുന്നു. സ്തോത്രം. അവർ അവനോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നതായ ആ പ്രവചനങ്ങളുടെ അല്ലെങ്കിൽ ദൈവിക ആലോചനയുടെ സ്തോത്രം നിവർത്തീകരണം ഇതിൽ അടക്കം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന സ്തോത്രം ഹല്ലേലൂയ വീട്ടുടയവനോട് സദൃശ്യമാകുന്നു. അതുകൊണ്ടാണ് ലൂക്കോസുവിശേഷം 24 അതിൻ്റെ 44 ഒക്കെയും തൊട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, എന്നെക്കുറിച്ച് പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും മോശെ പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതിൻ്റെ നിവർത്തിയാണ്, അതിൻ്റെ നിഴലാണ് പുതിയ നിയമ സ്തോത്രം ഉപദേശമെന്നത്. അതുകൊണ്ട് ഒന്നാമത്തതിനെ നീക്കി രണ്ടാമത്തത് സ്ഥാപിച്ചു. എന്നാൽ അതിനെ നീക്കുകയല്ല, അതിനെ നിവർത്തിക്കുകയാണ് കർത്താവ് ചെയ്തത്. സ്തോത്രം. അതുകൊണ്ട് പഴയ നിയമത്തിൽ ഉള്ളതായ സ്നാനത്തിൻ്റെ നീതി നിവർത്തിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു. പുതിയ നിയമവും പഴയ നിയമവുമായ വൈജാത്യങ്ങളെക്കുറിച്ച് ലേഖനൻ ഇത് സാക്ഷാൽ സ്വരൂപമല്ലായികയാൽ, അപ്പോൾ സാക്ഷാൽ സ്വരൂപത്തിൻ്റെ നിഴലായതിൻ്റെ പൊരുളായ നിവർത്തിയാണ് ഈ സ്നാനത്തിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായിരുന്നു പഴയ നിയമത്തിലെ ആ നിഴലായിരിക്കുന്നതിൻ്റെ സ്തോത്രം ആചരിക്കുവാൻ നൽകിയ സ്തോത്രം പ്രവൃത്തികൾ? ഒന്ന് യാഗമായിരുന്നു. യാഗം ഹല്ലേലൂയ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ. പുറപ്പാടിൽ നമ്മൾ കാണുന്നു, പെസഹ കുഞ്ഞാടിനെ അറുത്ത് രക്തത്താലുള്ള വിമോചനം പ്രഖ്യാപിക്കുകയാണ്.
ആ രക്തം സകല ജാതികളുടെയും പാപങ്ങൾ പോക്കി ശുദ്ധീകരിക്കുവാൻ യോഗ്യമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണമാണ്. സ്തോത്രം. ആ പെസഹ കുഞ്ഞാട് എന്ന് പറയപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലായിരിക്കുന്നു. അപ്പോൾ അവൻ്റെ മരണത്തെ അവിടുന്ന് പ്രഖ്യാപിക്കും. നിഴലായി നിൽക്കുന്നതായിരിക്കുന്ന ഹാബേൽ, സ്തോത്രം, അവൻ്റെ രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ രക്തത്തെക്കാൾ വിലയേറിയ പുണ്യാഹ രക്തമായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഇവയെല്ലാം നിഴലായി നിൽക്കുകയാണ്. രണ്ടാമതായി, ഹല്ലേലൂയ, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവൻ്റെ മപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എന്നാൽ ജീവിക്കും. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ജീവിക്കും. സ്തോത്രം. രക്തത്തെ, ഹല്ലേലൂയ, മുന്തിരിച്ചാറിനോടും അപ്പത്തെ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തോടും ഒന്നാലും ചെയ്തു. അതുകൊണ്ട് പരിശുദ്ധാത്മാ സ്നാനം പ്രാപിക്കപ്പെട്ടവരായിരിക്കുന്ന വ്യക്തികൾ, ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ അപ്പോസ്തല പ്രവൃത്തിയിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് വെളിപ്പെടുത്തി ഈ രണ്ട് ശുശ്രൂഷകളും ചെയ്യേണ്ടതാണ്, അത് ചെയ്യണം. അതിൽ ക്രിസ്തു യേശുവാണ് വിശ്വാസ പ്രമാണമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് അവനോട് താതാത്മ്യം ചെയ്യുവാനാണ്. ഈ വിശ്വാസം മാനസാന്തരത്തിന് യോഗ്യമായി, ശേഷം ഞാൻ പുതിയൊരു മനുഷ്യനായി എൻ്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങളും ദൈവത്തിൻ്റെ നീതിയാൽ വിശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളതായ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ പ്രവൃത്തിയാണ് സ്നാനമെന്ന് പറയപ്പെടുന്നത്. അതിൽ യേശു ക്രിസ്തു അടങ്ങിയിരിക്കുന്നു. അവൻ്റെ ഹല്ലേലൂയ സ്തോത്രം ജീവിതം, അവൻ്റെ ഹല്ലേലൂയ മരണം, അവൻ്റെ അടക്കം, അവൻ്റെ പുനരുദ്ധാനം എന്നിവ ഇത് ചെയ്യുമ്പോൾ ഇതിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിൽ ആത്മാവ് വരും. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ പറയും. ഇനി ഇതിനു മുൻപ് ആത്മാവ് ആരിലെങ്കിലും സത്യത്തിൻ്റെ ആത്മാവ് പകർന്നിട്ടുണ്ടോ? പകർന്നിട്ടുള്ളവർ ഈ സത്യം അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ അവർ ഹല്ലേലൂയ സ്നാനപ്പെടും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2:38 നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കും. എന്നാൽ ഹല്ലേലൂയ പത്രോസ്, സ്തോത്രം, ദൈവവചനം പറയുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവ് സത്യത്തിലേക്ക് അവരെ നയിച്ചു. അവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു എന്നും നാം വായിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവ് ആ സ്നാനം നമ്മൾ ഏൽക്കുന്നത് ഈ കൽപ്പന അനുസരിക്കുമ്പോഴാണ്. അതെങ്ങനെയാണ്? നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അതുകൊണ്ട് സ്തോത്രം, ഇത് നിഴലായും പൊരുളായും നിൽക്കുന്നത്, ഹല്ലേലൂയ, ദൈവം മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട്, സ്തോത്രം, യേശു വചനം ജഡമായി തീർന്നു അല്ലേ, ദൈവമെന്ന സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി, സ്തോത്രം, അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ഏകസത്യ ദൈവത്തെക്കുറിച്ച്
ദൈവത്തിൻ്റെ ആത്മാവ് അവരെ വെളിപ്പെടുത്തിയപ്പോൾ, സ്തോത്രം, യോഹന്നാൻ അപ്പോസ്തലനിലൂടെ പറഞ്ഞതായ കാര്യങ്ങളുടെ സത്യത്തിൻ്റെ പൂർണ്ണത, പൊരുൾ അവർക്ക് മനസ്സിലായി. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ നമ്മൾ 26 മുതലൊക്കെയും വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്നത് ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതല്ല. എന്നാൽ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ യോവേൽ പ്രവാചകൻ പറഞ്ഞതായ തിരുവെഴുത്ത് നിവർത്തീകരണം സംഭവിക്കുമ്പോൾ, സ്തോത്രം, ഇവിടെ പറയുന്നത് എന്താണ്? സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെയാണ്, നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്ക് ഉണ്ട്, എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, അവനോട് കേട്ടത് ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. പിതാവിനെ കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറഞ്ഞതെന്ന് അവർ ഗ്രഹിച്ചില്ല. ആകയാൽ യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും, ഞാൻ സ്വയമായിട്ട് ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ച് തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും. ഞാൻ തന്നെയാണ് അവൻ. അതുകൊണ്ട് സ്തോത്രം, ദൈവത്തിൻ്റെ സഭയിൽ നടക്കേണ്ടത് വിശ്വാസ പ്രമാണത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആരാണ്? യേശു. യേശു ആരാണ്? ഞാൻ തന്നെ അവൻ. സ്തോത്രം, ഏക സത്യ ദൈവം. അവൻ സത്യ ദൈവവും നിത്യ ജീവനും ആകുന്നു. സ്തോത്രം. അതുകൊണ്ട് സ്നാനങ്ങൾ വ്യത്യസ്തമായി നമുക്ക് കാണാം. ആ സ്നാനങ്ങളുടെ എല്ലാം പൂർത്തീകരണം, അതിൻ്റെ പൊരുൾ പഴയ നിയമ ഉപദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ, സ്തോത്രം, ഒന്നിൽ പൊരുളാക്കി ഇതുപോലെ നടത്തി വന്നതായ യാഗങ്ങൾ, സ്തോത്രം, എല്ലാം ക്രിസ്തുവിൽ ഏകീഭവിച്ചു. ആ ക്രിസ്തു എന്ന യാഗത്തിൽ, സ്തോത്രം, ഈ യാഗങ്ങൾ പഴയ നിയമത്തിൻ്റെ നിഴൽ നീക്കം ചെയ്തു. എന്നാൽ അതിലടങ്ങിയിരിക്കുന്ന, അതിൽ ഉദ്ദേശിച്ചിരിക്കുന്ന, അത് നിഴലായി നിന്നിരുന്നതായ അതിൻ്റെ പൊരുൾ ഈ ക്രിസ്തുവിൻ്റെ യാഗത്തിൽ, സ്തോത്രം, പൂർത്തീകരിച്ചു. അതുകൊണ്ട് പഴയ നിയമത്തെ നീക്കുവാനല്ല കർത്താവ് വന്നത്, നിവർത്തിക്കുവാനാണ്. സ്തോത്രം. അവൻ ഒന്നാമത്തത് നീക്കി രണ്ടാമത്തത് സ്ഥാപിച്ചു. അത് നീക്കി നിവർത്തിക്കുകയാണ് ചെയ്തത്. പ്രിയരെ, അതുകൊണ്ട് സ്നാനം ദൈവത്തിൻ്റെ നീതിയാണ്. സ്നാനം ഒരു മുൻകുറിയാണ്. അപ്പോൾ നമ്മൾ ചെന്ന് ചിന്തിച്ചത്, സ്തോത്രം, എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം, ഒരു സ്നാനത്തെ പറ്റി, മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം. ഈ മരിച്ചവർക്ക് വേണ്ടി സ്നാനമെന്ന് പറയുമ്പോൾ, മരിച്ചവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ, അവൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട്, പഴയ നിയമ ശുദ്ധീകരണ നിയമത്തിൻ്റെയും, സ്തോത്രം, നിയമപ്രകാരം ദൈവത്തോട് വിശുദ്ധനായി താതാത്മ്യം ചെയ്യുവാനുള്ള പാപത്തിൻ്റെ ഹല്ലേലൂയ, സ്തോത്രം, അഴുക്കുകളെല്ലാം ശുദ്ധീകരിച്ച് ദൈവത്തോട് ഏകീഭവിക്കുവാനുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ, ഹല്ലേലൂയ, സ്തോത്രം, പൂർത്തീകരിച്ചത്.
അതുകൊണ്ട് അതിനെ നീക്കി രണ്ടാമത്തെ നിയമം സ്ഥാപിച്ചപ്പോൾ സ്തോത്രം, അത് പുതിയതും പഴയതും അടക്കം ചെയ്തിരിക്കുന്ന പൊരുളാണെന്നുള്ള സത്യം മനസ്സിലാക്കി സ്തോത്രം, സ്നാനം ആവശ്യമോ എന്ന് നാം ഒന്നും കൂടെ വിചിന്തനം ചെയ്ത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. സ്നാനം ആവശ്യമോ? പരിശുദ്ധാത്മാവ് സ്നാനം മാത്രം മതിയോ? നമുക്ക് ചിന്തകൾക്കായി അടുത്ത ദിവസം പിന്നെയും നാം ചിന്തിക്കുമ്പോൾ നമുക്ക് പടിപടിയായി അതിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റിയും മഹത്വത്തെപ്പറ്റിയും ചിന്തിക്കാം. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നമ്മളെല്ലാവരെയും ശക്തീകരിക്കുമാറാകട്ടെ. സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് എത്തുവാൻ ഇത് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരും നിങ്ങളെ തെറ്റിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഗോഡ് ബ്ലെസ് യു. യേശുവേ നന്ദി, യേശുവേ നന്ദി. നീ അല്ലാതെ ഒരു പാറയും ഇല്ല. ആ പാറ ക്രിസ്തുവായിരുന്നു. സ്തോത്രം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.